ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ റിയാദിൽ വെച്ച് നമ്മൾ ഇ സ്പോർട്സ് വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പബ്ജി മൊബൈൽ വേൾഡ് കപ്പും നടക്കുന്നുണ്ട്. അതിന്റെ സ്ലോട്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊരു സ്പെഷ്യൽ ഇൻവൈറ്റഡ് സ്ലോട്ട് ഇത്തവണയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് ടീമുകൾക്കാണ് അല്ലെങ്കിൽ ഏത് കൺട്രിയിലെ ഏത് റീജിയനിലെ ടീമുകൾക്കാണ് ഇത് പോവാന്ന് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് നിമിഷത്തിലാവും പബ്ജി മൊബൈൽ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുക. ഇന്ത്യക്ക് അവിടെ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളുടെ പ്രയോറിറ്റി. BGS കഴിഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യന്മാർക്ക് ഈ ഒരു വേൾഡ് കപ്പിലേക്കുള്ള ഒരു സ്ലോട്ട് കിട്ടുമോ, ഇന്റർനാഷണൽ ലെവലിലേക്ക് BGMI എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്ത ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ BGS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ ചെയ്യുന്നതിന്റെ വൈൽഡ് കാർഡ് റൗണ്ട് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് മാച്ചുകളായിരുന്നു നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ വോൾക്കാനോ ഇ സ്പോർട്സ് ആ ഒരു കംബാക്ക് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി ലാസ്റ്റ് ഗോൾ ലൈക്കിനൊക്കെ തീർത്തുകൊണ്ട് 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് വോൾക്കാനോ അവിടെ സ്വന്തമാക്കിയുള്ളത്. ഗോൾ ലൈക്കിന്റെയും വേറെ ലെവല് അഗ്രഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈറ്റ് വേറെ ലെവലായിട്ട് ടീം എടുത്തുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ടീമിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 17 ഫിനിഷസോട് കൂടി 23 പോയിന്റാണ് ഗോളിലേക്ക് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത്. ഈ ഒരു പെർഫോമൻസോട് കൂടി തന്നെ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷനും അവർ ഉറപ്പുവരുത്തുകയും ചെയ്തു. സിംബ് സോളോ 9 ഫിനിഷ് സ്വന്തമാക്കിയാൽ സോളിന് മച്ച് നീഡഡ് പെർഫോമൻസ് വേണ്ടി വന്നിരുന്നു. അവിടെ നല്ല രീതിയിൽ അവർ സർവൈവ് ചെയ്ത് ലാസ്റ്റിലേക്ക് ചെറിയ ആ ഒരു സോൺ അഡ്വാൻറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീം അവിടെ തീർന്നു പോവാണ് ചെയ്തത്. 10 പോയിന്റ് സ്വന്തമാക്കിയാൽ മാച്ച് 2 മിറാമറിൽ സോളിന്റെയും ആ ഒരു മച്ച് നീഡഡ് കംബാക്ക് പെർഫോമൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. പതുക്കെ നോക്കി കളിച്ചുകൊണ്ട് ലാസ്റ്റിലേക്ക് ഒറാങ്കുട്ടാനൊക്കെ തീർത്ത് 16 ഫിനിഷസോട് കൂടിയുള്ള ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് സോള് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന്. IGL മാന്യ വീണ്ടും സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് 7 സോളോ ഫിനിഷേഴ്സ് സ്വന്തമാക്കി. ഒറാങ്കുട്ടാനും മച്ച് നീഡഡ് പെർഫോമൻസ് ആയിരുന്നു. അവരും 11 പോയിന്റ് സ്വന്തമാക്കി. ഗോളിലേക്ക് 9 പോയിന്റും കേണയന് വെറും 1 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഫസ്റ്റ് മാച്ചിലും വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് മാച്ചിലും ഗോളിലേക്കുള്ള ഒരു ഫൈറ്റിൽ കേണയൻ അവിടെ തീർന്നു പോവുകയാണ് ചെയ്തത്. മാച്ച് 3 ARCയുടെ വക 4 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെയും സോൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 13 പോയിന്റ് സ്വന്തമാക്കി. എൻ്റെ ഒറാങ്കുട്ടാനും അവിടെ മച്ചിയുടെ പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ലാസ്റ്റിലേക്ക് സർവൈവ് ചെയ്തെങ്കിലും ടീമിന് കൂടുതലായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. 10 പോയിന്റാണ് സ്വന്തമാക്കിയത്. അവർ ക്വാളിഫൈ ആവുമോ ഇല്ലേ എന്നുള്ള മുൻമുനയിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഒറാങ്കുട്ടാനും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ GT വെറും 3 പോയിന്റ് മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. ക്ലച്ച് ഗോഡിന്റെ ആ ഒരു ടീമിന് വലിയ ലെവലിലുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അടുത്ത ഗ്രൂപ്പിലെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മാച്ച് 4 വസിഷ്ഠയുടെയും ആ ഒരു കംബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് വസിഷ്ഠ ഇവിടെ സ്വന്തമാക്കിയത്. കമ്പയറിംഗ് ടു ബാക്കിയുള്ള ഗ്രൂപ്പ് വസിഷ്ഠക്ക് കുറച്ചും കൂടി ഈസി ഗ്രൂപ്പ് ആയിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിയ T1 ലെവലിലുള്ള ടീമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ ലെവലിൽ തന്നെ വസിഷ്ഠ ഈ ഒരു ഗ്രൂപ്പിൽ കളിക്കുകയും ഫസ്റ്റ് മാച്ചിൽ തന്നെ അവർ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയ. റോയൽ എംബറർ 2 പോയിന്റ് മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. നോണെക്സ് 6 പോയിന്റും മാച്ച് 5 THW നോണെക്സ് നമ്മളെ മല്ലു ഓർഗിന്റെ വക നല്ലൊരു പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. ഈ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് തന്നെ നോണെക്സും ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തിയിട്ടാണ്. ലിവൈ സോളോ 9 ഫിനിഷ് സ്വന്തമാക്കി. പക്ഷെ റോയൽ എംബറിന് ഇവിടെയും വെറും 3 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ലാസ്റ്റ് മാച്ചിൽ വസിഷ്ഠ സ്പോർട്സിന്റെ ആ ഒരു സെക്കൻഡ് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവര് സ്വന്തമാക്കിയത്. നോണെക്സിന്റെ ഡ്രോ ഫൈറ്റ് തന്നെ തീർന്നു പോയി. ഒരു പോയിന്റ് പോലും സ്വന്തമാക്കില്ല. റോയൽ എംബറർ ഇവിടെ നല്ല രീതിയിൽ സർവൈവ് ചെയ്തു. നല്ലൊരു ഗെയിം പ്ലേയും കാഴ്ചവെച്ചു. ലാസ്റ്റിലേക്കുള്ള ആ ഒരു ഫൈറ്റിൽ വസിഷ്ഠ സ്പോർട്സിന് മുന്നിൽ ടീം അവിടെ തീർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫൈറ്റ് വിൻ ചെയ്തിരുന്നെങ്കിൽ റോയൽ എംബറിനും ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്താമായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് മാച്ചിൽ വെറും 9 പോയിന്റ് മാത്രമേ ടീം സ്വന്തമാക്കിയിട്ടുള്ളൂ. അങ്ങനെ വൈൽഡ് കാർഡ് റൗണ്ട് അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോളിലേക്ക് ആ ഒരു ടോപ്പിലേക്ക് എത്തി 77 പോയിന്റുമായിട്ട്. സെക്കൻഡ് വസിഷ്ഠ എത്തി 65 പോയിന്റുമായിട്ട്. തേർഡ് സിൻസിനാറ്റിക്ക് എത്തി 64 പോയിന്റായിട്ടും. 6ാം സ്ഥാനത്ത് നോണെക്സ് എത്തി 60 പോയിന്റായിട്ട്. 7ാം സ്ഥാനത്ത് സോൾ എത്തി 60 പോയിന്റുമായിട്ട്. 15ാം സ്ഥാനത്ത് ഒറാങ്കുട്ടാനും എത്തി. ലാസ്റ്റ് മാച്ച് വരെ അവർ കാത്തിരിക്കേണ്ടി വന്നു അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയാണ്. ട്രോയ് തമിഴൻസും ആ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി ലാസ്റ്റ് ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിലെടുത്തു പറയേണ്ട ട്രോയ് തമിഴൻസിന്റെ പ്ലേയേഴ്സ് അവർ ആൾറെഡി ക്വാളിഫൈ ആവില്ല എന്ന് വിചാരിച്ച് റിട്ടയർമെന്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ. പക്ഷേ അവരെങ്ങനെയൊക്കെയോ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അവർ ഉറപ്പ് വരുത്തി. ബാക്കിയുള്ള ടീമുകൾ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് കൊണ്ട് തന്നെ ട്രോയ് തമിഴൻസിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചു. അങ്ങനെ 16 ടീമുകളാണ് ഇതിൽ നിന്ന് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള. ടോട്ടൽ 32 ടീമുകളാണ് ഈ സെമി ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. ഇന്ന് അതിന്റെ ഗ്രൂപ്പ് ഡ്രോ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നമുക്ക് നാളെ മുതൽ സെമിയും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് K9 സ്പോർട്സ് ഗുജറാത്ത് ടൈഗേഴ്സിനൊന്നും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. K9ഒക്കെ നമുക്കറിയാം അത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന അഗ്രസീവ് ലൈനപ്പാണ്. പക്ഷെ ഇന്നലെ വെറും മോശം പെർഫോമൻസ് ആയി നമുക്ക് K9ന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരും പുറത്തായിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് സെമി ഫൈനൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ ജസ് ജെല്ലിയുടെ ആ ഒരു ടീം മൊത്തത്തിൽ ആ ട്രൂ റിപ്പേഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി സെമി ഫൈനൽസിൽ മുതൽ ട്രൂ റിപ്പേഴ്സ് എന്ന പേരിലായിരിക്കും നമ്മൾ ആ ഒരു ജെല്ലിയുടെ ടീം കളിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ റിയൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഒരു ഗെയിം ഇതാ IPL ടീമായുള്ള പഞ്ചാബ് കിങ്സുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുകയാണ്. പഞ്ചാബ് കിങ്സിൻ്റെ ഗെയിമിംഗ് മൊബൈൽ പാർട്ണർ ഇനി റിയൽ ക്രിക്കറ്റ് ആയിരിക്കും. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.